തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട പച്ചമലപ്പള്ളി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം അരങ്ങേറിയത് ഇവിടെയാണ്. ഞങ്ങളുടെ നാട് കണ്ട ഏറ്റവും ഗംഭീരമായ മിന്നുകെട്ടായിരുന്നു അത്. മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ മനസമ്മതവും മിന്നുകെട്ടുമൊക്കെ മത്സര ഇനങ്ങളുടെ ഗണത്തിലാണല്ലോ പെടുന്നത്. പോലീസ് അകമ്പടിയോടുകൂടി മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരം, റവന്യൂ, MP-മാർ, MLA-മാർ, ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരെല്ലാം ഭയക്കുന്ന ചീഫ് വിപ്പും. കുട്ടിക്കാനം കിഴക്കേപ്പുര വീട്ടിലെ പ്രമുഖ പ്ലാന്ററും ഇടുക്കി ജില്ലയിലെ സാമൂഹിക പ്രവർത്തകനും പ്രമുഖ അക്കാരിയും കേരള കോൺഗ്രസ് നിത്യവരാകവും മണ്ഡലം സെക്രട്ടറിയും ഇക്കാണുന്ന പള്ളിവേട തന്നെ ഒതുക്കിപ്പണിതുന്നവനുമായ പ്ലാന്റർ തോമസിന്റെയും ഭാര്യ ആനി തോമസിന്റെയും മകൾ സാറയെ ക്രിസ്തീയാചാരപ്രകാരം വിവാഹം ചെയ്ത് ഭാര്യയായി സംരക്ഷിക്കാൻ നിനക്ക് സമ്മതമാണോ? ജോണിക്ക് സമ്മതമാണോ എന്ന്? സമ്മതമാണ്. തൊടുപുഴ മുതലത്തോട്ടം മേലേത്താഴത്ത് കുടുംബത്തിലെ ബിൽഡറും ബിസിനസ്സുകാരനുമായ മാത്യൂസിന്റെയും ഭാര്യ സൂസന്നാമ്മയുടെയും മകൻ ജോണി മാത്യൂസിന്റെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണല്ലോ അല്ലേ? അത് പിന്നെ സമ്മതമല്ലച്ചോ. ആരാത് പറഞ്ഞത്? ഞാനാന്നേ. അച്ചോ, ഈ ലോകത്ത് ഒരേ ഒരാൾ വിവാഹം കഴിക്കാനേ മനസ്സുകൊണ്ട് സാറ് സമ്മതിക്കത്തില്ല. ഈ എന്നെ. അച്ചോ, ക്രിസ്തുദേവന്റെ പ്രധാനപ്പെട്ട വചനം എന്നതാണ് പരസ്പരം സ്നേഹിക്കുക. ഞാൻ സാറേയും സാറ് എന്നെയും സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. അച്ചോ, കർത്താവ് സ്വർഗത്തിൽ കൂട്ടിച്ചേർത്ത ബന്ധമാണ് ഞങ്ങളത്. ഒരു സാത്താന്റെ സ്വാധീനത്തിൽപ്പെട്ട് അച്ഛൻ ഞങ്ങളുടെ ബന്ധം വേർതിരിക്കാൻ കൂട്ടു നിൽക്കരുത്. ഒരു പൗരന്റെ ന്യായമായ അവകാശം സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സഹായിക്കണം. പള്ളിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കരുത്. മുഖ്യം പറഞ്ഞാൽ ശരി. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ, അല്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു മുഖ്യമന്ത്രി പറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് ശരിവെച്ചത്. ആ ഐക്യത്തിന്റെ ധൈര്യത്തിൽ എല്ലാ കാലത്തും വർക്കൗട്ടാവുന്ന കർത്താവ് എന്ന സെന്റിമെന്റ്സ് ഞാൻ പുറത്തെടുത്തു. അച്ഛനറിയാവോ, ഇവളെ ഇത്രയും കാലം വീട്ടുതടങ്കലിൽ വെച്ചേക്കുമായിരുന്നു. അച്ചോ, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് അത്ര വലിയ കുറവാണോ അച്ചോ? തൊഴിലാണ് മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നെങ്കിൽ ക്രിസ്തുദേവൻ മരപ്പണിക്കാരനല്ലായിരുന്നു. പ്രതീക്ഷിച്ച പോലെ ആദ്യത്തെ നമ്പർ ഏറ്റു. അച്ഛൻ കൺഫ്യൂഷനിലായി. അച്ചോ, ഇവർക്ക് ചിലപ്പോൾ ഞങ്ങളെ കൊല്ലാൻ പറ്റുമായിരിക്കും അച്ചോ, പക്ഷെ ഞങ്ങളുടെ സ്നേഹത്തെ കൊല്ലാൻ പറ്റത്തില്ല. അല്ലയോടി, നിന്നെ കൊല്ലും, നിന്റെ സ്നേഹത്തെ ഞാൻ കൊല്ലും. നിർത്തേ. എടാ, നീ ആ കുട്ടിക്കാനത്ത് സ്റ്റുഡിയോ അടുത്തിരുന്ന് മരിച്ചുപോയ പോളേട്ടന്റെ മോനല്ലേ ജോർജ് അങ്കിൾ? ഇവൻ എന്റെ വോട്ടറാ. സമാനപ്പെടും. ചീഫ് വിപ്പ് ജോർജിന്റെ വോട്ടർ. നിങ്ങളുടെ മോളെ തല്ലേ കൊല്ല എന്നാ വേണമെങ്കിലും ചെയ്യും. പക്ഷേ എന്റെ വോട്ടറുടെ മേലെ ഒരു തരി മണ്ണ് വീണാലേ എന്റെ സ്വഭാവം അറിയാലോ. ചീഫ് വിപ്പിന്റെ സ്വഭാവം അറിയാവുന്നവർ ഒന്നറച്ചു. പച്ചമല പള്ളിമേട കേരള നിയമസഭയായി മാറുന്നത് എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞു. തർക്കിക്കാൻ ഒരു പുതിയ കാര്യം വീണ് കിട്ടിയാൽ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം പാടേ മറന്നു പോകുന്ന മലയാളിയുടെ പൊതു സ്വഭാവം എനിക്ക് തുണയായി.